Now we move on to the topic AVR time delay and instruction pipeline. One of the important usage of any processor based system is to produce certain well-defined time delays. ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ വേവ് ഒരു പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് സ്ക്വയർ വേവ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഡിലേ സബ് റൂട്ടീൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ആണെന്ന് വിചാരിക്കും. ഒരു 4 ചാനൽ ഉള്ള ട്രാഫിക് കൺട്രോൾ സിസ്റ്റമാണ്. 4 റോഡുകൾ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാത്തിൽ റെഡ് സിഗ്നൽ തെളിയണം. അത് കൃത്യമായിട്ട് 1 മിനിറ്റ് 60 സെക്കൻഡ് സമയത്തേക്കോ 1.5 മിനിറ്റ് 90 സെക്കൻഡ് സമയത്തേക്കൊക്കെ തെളിയണം റെഡ്. അന്നേരം ഇവിടെ ഗ്രീൻ തെളിയുകയും വേണം. അങ്ങനെ ഗ്രീൻ തെളിയുമ്പോൾ ഈ ചാനൽ ഓപ്പൺ ആവുക, ഈ ചാനൽ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 60 സെക്കൻഡ് അതിങ്ങനെ കൗണ്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില പ്രോഗ്രാംസ് യൂസ് ചെയ്യാം. ഇപ്പോൾ 8085 പഴയ സിലബസിലൊക്കെ അതുണ്ടായിരുന്നു. 8085 നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ് എന്ന് വിചാരിക്കും. MVIA അക്യുമുലേറ്ററിലേക്ക് ഒരു വാല്യൂ വെച്ചു. N എന്നുള്ള ഒരു നമ്പറാണ് ഞാൻ വെക്കുന്നത്. N എന്നുള്ള നമ്പർ വെച്ചു. MVIA N ഹെക്സാഡെസിമലാണ് വെച്ചേക്കുന്നത്. DCRC JNZ back label that we place at the instruction DCRC. So this is where we have this back label JNZ back. Zero flag set ആയിട്ടില്ലെങ്കിൽ വീണ്ടും DCR not C, it's actually accumulatorലാണല്ലോ വെച്ചത്. DCRA സീറോ ഫ്ലാഗ് സെറ്റ് ആയി കഴിഞ്ഞാൽ we can halt the program. അപ്പോൾ ഇത് എടുക്കുന്ന ടൈം MVIA ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ്. 7 T സ്റ്റേറ്റ് ആണ് എടുക്കുക. ഒരു ഓപ്കോഡ് ഫെച്ചും ഒരു മെമ്മറി റീഡും. DCRA 4 T സ്റ്റേറ്റ് ആണ്. 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് 8085 സംബന്ധിച്ചിടത്തോളം. ഈ നമ്പർ N എത്രയാണ് വെച്ചത് അത് 0 ആകുന്നത് വരെ ഇത് ലൂപ്പിനകത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 4n ടൈംസ് 10 നമ്പർ വെച്ചതെന്നുണ്ടെങ്കിൽ 40 തവണ അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. 10 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ടോട്ടൽ T സ്റ്റേറ്റ് എടുക്കുക 4n. ഒരു തവണ ചെയ്യാൻ 4 T സ്റ്റേറ്റ്. അപ്പോൾ n തവണ ചെയ്യാൻ 4n T സ്റ്റേറ്റ്. JNZ ബാക്ക് എന്നുള്ള ഇൻസ്ട്രക്ഷനിൽ നമ്പർ n ആണെങ്കിൽ 10 എന്നുള്ള നമ്പറാണ് വെച്ചത് എങ്കിൽ 9 തവണ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. 10ാമത്തെ തവണ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല, അന്നേരം ബ്രേക്ക് ചെയ്യും. ഇപ്പം ഞാൻ 2 ആണ് വെച്ചത് എന്ന് വിചാരിക്കും. ഈ നമ്പർ 2 ആണ് വെച്ചത്. DCRA ചെയ്തു. അപ്പോൾ 2 എന്നുള്ളത് 1 മാറി. സീറോ ഫ്ലാഗ് സെറ്റ് ആയിട്ടില്ല. വീണ്ടും DCRA ചെയ്തു. ഇപ്പോൾ ഒരു തവണയാണ് JNZ എക്സിക്യൂട്ട് ചെയ്തത്. വീണ്ടും ഒരു തവണ DCRA ചെയ്തു. അപ്പോൾ 1 മാറി 0 ആയി. അപ്പോൾ ഈ DCRA എന്നുള്ള ഇൻസ്ട്രക്ഷൻ 2 തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 0 ആയി. സീറോ ഫ്ലാഗ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോവുക. സീറോ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹോൾട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് n-1 ടൈംസ് n തവണ നമ്പർ വെച്ചത് എങ്കിൽ n-1 ടൈംസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അന്നേരം ഇത് 3 മെഷീൻ സൈക്കിളും 4 3 7 3 10 T സ്റ്റേറ്റും ആണ്. n-ാമത്തെ ലാസ്റ്റ് ഒരു തവണ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അന്നേരം ഇത് 2 മെഷീൻ സൈക്കിളും 7 T സ്റ്റേറ്റുമാണ് അതിൻ്റെ എക്സിക്യൂഷൻ എടുക്കുന്നത്. ഹോൾട്ട് ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. 5 T സ്റ്റേറ്റ് ആണ് ഹോൾട്ടിന് ആവശ്യമുള്ളത്. റിട്ടേൺ ആണ് ഒരു സബ് പ്രോഗ്രാം ആയിട്ടാണ് ഞാൻ വെച്ചെങ്കിൽ റിട്ടേൺ ആകുമ്പം 10 T സ്റ്റേറ്റ് കാണിക്കണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ടോട്ടൽ എടുക്കുന്ന ടൈം MVIA-ൻ്റെ 7 T സ്റ്റേറ്റ് പ്ലസ് ഇവിടെ 4n T സ്റ്റേറ്റ് പ്ലസ് 10 × n-1. അപ്പോൾ n വരുന്നത് 10n പ്ലസ് 4n 14n T സ്റ്റേറ്റ് പ്ലസ് -10 പ്ലസ് 7 പ്ലസ് 5 ആണ്. പ്ലസ് 7 ആണ് പിന്നെ ഉള്ളത്. ഈ 7 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ -10 പ്ലസ് 7 പ്ലസ് 5 7 5 12. 12ൽ നിന്ന് 10 കുറച്ചിട്ടുണ്ടെങ്കിൽ 2. അപ്പോൾ ടോട്ടൽ ഈ ഒരു പ്രോഗ്രാമിന് എടുക്കുന്ന ടൈം 14n പ്ലസ് 7 2 9. ഇത്രയും എണ്ണം T സ്റ്റേറ്റ് ആണ്.
ഞാനിപ്പം 10 എന്നുള്ള നമ്പറാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഡെസിമലിലെ 10 ഉദ്ദേശിച്ചത്. പ്രോഗ്രാമിൽ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് വെക്കുക. അപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ FF വരെയുള്ള നമ്പർ വയ്ക്കാം. FF എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 255 എന്ന നമ്പർ വരെ നമുക്കിവിടെ വെക്കാം. അപ്പോൾ 14 × 10 140 + 9 149 150 ടി സ്റ്റേറ്റ് എന്ന് എടുക്കാം. ഒരു ടി സ്റ്റേറ്റ് 320 നാനോ സെക്കൻഡ് ആണ് 8085. അപ്പോൾ ടോട്ടൽ 140 × 320 നാനോ സെക്കൻഡ് സമയത്തേക്കുള്ള ഡിലേ ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഡിലേസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് എനി മൈക്രോ പ്രോസസർ ഓർ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റം. ഇങ്ങനെ ഇത് വളരെ കൃത്യമാണ്, വെൽ ഡിഫൈൻഡ് ആണ് എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ പ്രത്യേകത. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. ഇപ്പോൾ 1 മില്ലി സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ ഒരു ഔട്ട്പുട്ട് പോർട്ട് വഴി ഒരു ലോജിക് ഹൈ പൾസ് സെൻഡ് ചെയ്യുക. 1 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ അക്യുമുലേറ്ററിൽ 0 എടുത്തിട്ട് വീണ്ടും 1 മില്ലി സെക്കൻഡ് സമയത്തേക്ക് ഔട്ട്പുട്ട് ലോ സെൻഡ് ചെയ്യുക. ഇപ്പോൾ 1 മില്ലി സെക്കൻഡ് സമയത്തേക്ക് ഒരു ഹൈ പൾസും 1 മില്ലി സെക്കൻഡ് സമയത്തേക്ക് ഒരു ലോ പൾസുമാണ് വന്നത്. ഇനി ഈ പ്രോസസ്സ് അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും 1 മില്ലി സെക്കൻഡ് സമയത്തേക്ക് ഹൈ പൾസ് അയക്കാം, വീണ്ടും 1 മില്ലി സെക്കൻഡ് സമയത്തേക്ക് ലോ പൾസ് അയക്കാം. ദിസ് വിൽ ജനറേറ്റ് യു എ സ്ക്വയർ വേവ് ഹാവിങ് എ പീരിയഡ് ഓഫ് 2 മില്ലി സെക്കൻഡ് ഓർ എ ഫ്രീക്വൻസി. 2 മില്ലി സെക്കൻഡ് ആണ് പീരിയഡ് എങ്കിൽ ഫ്രീക്വൻസി 500 ഹെഡ്സ് ആയിരിക്കും. 0.5 മില്ലി സെക്കൻഡ് ആണ് പീരിയഡ് വെച്ചെങ്കിൽ കറക്റ്റ് 1 കിലോ ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള സ്ക്വയർ വേവ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു LED ഡിസ്പ്ലേയിലേക്ക് ഇങ്ങനെ ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത് എങ്കിൽ ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് പ്രോസസ്സറിനേക്കാളും നല്ല എക്യുപ്മെൻറ്റ് കൺട്രോളറാണ്. കാരണം ഒരു ട്രാഫിക് കൺട്രോൾ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമും അതിന് വേണ്ടിയിട്ടുള്ള ഒരു റാമും അതിന് വേണ്ടിയിട്ടുള്ള 3-4 ഔട്ട്പുട്ട് ഇൻപുട്ട് പിന്നുകളും ഈ ബൾബുകളൊക്കെ 2 ചാനലിലുള്ള 3 ലൈറ്റുകൾ തെളിയിക്കണമല്ലോ. അപ്പോൾ 3 3 6 അപ്പുറത്തും ഇവിടെയും വെക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ 12 LED-കളോ ബൾബുകളോ അല്ലെങ്കിൽ ലാമ്പുകളോ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ 12 ഔട്ട്പുട്ട് ഡിവൈസ് വേണം. 12 ഔട്ട്പുട്ട് ഡിവൈസിന് വേണ്ടിയിട്ട് 12 പിന്നുകൾ, ഇൻപുട്ട് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നുകൾ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഒരു മിനിമം 20 പിന്നുള്ള ഒരു AVR മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് വിൽ ബി മോർ കോസ്റ്റ് ഇഫക്റ്റീവ് കമ്പയറിംഗ് വിത്ത് എ മൈക്രോ പ്രോസസർ ബേസ്ഡ് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മൈക്രോ കൺട്രോളേഴ്സ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പലപ്പോഴും വേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ടൈം ഡിലേസ്, വെൽ ഡിഫൈൻഡ് ടൈം ഡിലേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആയിരിക്കും. ആൻഡ് ടു ക്രിയേറ്റ് സച്ച് വെൽ ഡിഫൈൻഡ് ടൈം ഡിലേസ് the AVR can be exploited. However, the time delay that the AVR create will be depending upon 2 important factors. The first one, the crystal frequency of the controller. XTAL1, XTAL2 എന്നീ 2 പിന്നുകളിലൂടെ ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ക്ലോക്കിൻ്റെ പീരീഡ് പലപ്പോഴും 1 മൈക്രോ സെക്കൻഡൊക്കെയാണ് കൺട്രോളറിനെ സംബന്ധിച്ചിടത്തോളം പറ്റും. കാരണം പ്രോസസ്സറിനെ പോലെ ഇത് അത്ര ഫാസ്റ്റർ അല്ല. പ്രോസസ്സർ നാനോ സെക്കൻഡ് സമയം കൊണ്ടാണ് ആക്ടിവിറ്റി ചെയ്യുക, ഇത് മൈക്രോ സെക്കൻഡ് സമയം കൊണ്ടൊക്കെയാണ് ചെയ്യുക. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഈ 255 എന്നുള്ള നമ്പർ വെച്ചാൽ തന്നെ എനിക്ക് മാക്സിമം ഉണ്ടാക്കാവുന്ന ടൈം ഡിലേ ഒക്കെ വരും ഒരുപക്ഷെ 3 മില്ലി സെക്കൻഡൊക്കെ ആയിരിക്കും. 255 × 14 ചെയ്തിട്ടുണ്ടെങ്കിൽ 2550, 3000 × 320 നാനോ സെക്കൻഡ് എന്നാവാൻ വരിക. 3000 × 320 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം നാനോ സെക്കൻഡാണ്. അപ്പോൾ 3000-ൽ 3 സീറോസ് ഉണ്ട്, 300-ൽ 2 സീറോസ് ഉണ്ട്, 3 9, അത് 10 ആയിട്ട് എടുത്താൽ 10-ൽ 1 സീറോ, 3 2 5 1 6 സീറോ, 10⁻⁶ നാനോ സെക്കൻഡ്. 10⁻⁶ നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്കൊരിക്കലും ഒരു ട്രാഫിക് കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റുകയില്ല. എന്നാൽ മൈക്രോ കൺട്രോളർ ആകുമ്പോൾ ഒരു പക്ഷേ ഈ ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോ സെക്കൻഡൊക്കെ ആയി വന്നേക്കാം. ഒരു മൈക്രോ സെക്കൻഡൊക്കെ ആകുമ്പോൾ നാനോ സെക്കൻഡിനൊക്കെ 1 സെക്കൻഡ് വരെയൊക്കെ ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച് തന്നെ നമുക്ക് ഒരു പക്ഷേ ടൈം ഡിലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് വിൽ ബി മോർ അഡ്വാൻറ്റേജിയസ് കമ്പയറിംഗ് വിത്ത് എ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ മൈക്രോ കൺട്രോളേഴ്സ് അത്ര ഫാസ്റ്റർ അല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിന് കുറച്ച് പ്ലസ് ഫാക്ടേഴ്സാണ്.
So generally this time delay depends upon the clock frequency, duration of the clock period for the instruction cycle. Most of the instructions in AVR are having one machine cycle and a duration of 1 T state, which is of the order of 1 microsecond. ആ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ മെഷീൻ സൈക്കിളിൽ തന്നെ ആ മെഷീൻ സൈക്കിൾ ദാറ്റ് ഹാപ്പൻസ് ടു ബി ദ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. കൂടുതൽ മെഷീൻ സൈക്കിൾസിന്റെ ആവശ്യമില്ല. കാരണം പലപ്പോഴും നമ്മൾ ഈ പ്രോസസ്സറിൽ പറഞ്ഞ മെഷീൻ സൈക്കിൾസ് വരുന്നത് പ്രോസസ്സറിന്റെ പുറത്ത് മെമ്മറി ഇരിക്കുകയും അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ 3 T സ്റ്റേറ്റ് വേണ്ടി വരുന്നു. അവിടുന്ന് ഒരു മെമ്മറി റീഡ് നടത്തണമെന്നുണ്ടെങ്കിൽ മെമ്മറി റീഡ് എന്ന മെഷീൻ സൈക്കിളിന് 3 T സ്റ്റേറ്റ് വരുന്നു. കാരണം മെമ്മറി പ്രോസസ്സറിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ഇവിടെ കൺട്രോളറിനെ സംബന്ധിച്ചിടത്തോളം, മൈക്രോ കൺട്രോളറിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറിയും ഈ പ്രോസസ്സറും എല്ലാം കൂടെ ഒറ്റ ചിപ്പിനകത്താണുള്ളത്. അപ്പോൾ അധികം T സ്റ്റേറ്റുകൾ വേണ്ടി വരുന്നില്ല. ദിസ് സ്ട്രോങ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആർക്കിടെക്ചർ ഓർ ദ ഡിസൈൻ ഓഫ് ദി AVR. It was in 1970 AVR controller or microcontrollers comes into the market. അതിനുശേഷം 1970ക്ക് ശേഷം ഒരുപാട് അഡ്വാൻസ്മെന്റ് മൈക്രോ കൺട്രോളേഴ്സിന്റെ ഡിസൈനിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിസൈൻ കൊണ്ട് തന്നെ പലപ്പോഴും വി were able to achieve the execution of an instruction in a single instruction cycle, and that was the outcome of 3 different important factors related to its architecture. 2 of them related to its architecture and another one related to a technique used for the execution of instructions. ആർക്കിടെക്ചറിൽ പ്രധാനമായും ഉണ്ടായിട്ടുള്ള പ്ലസ് ഫാക്ടേഴ്സ് ഹാർവേഡ് ആർക്കിടെക്ചർ ആണ്. that employ the maximum amount of code and data to be incorporated in the central processing unit. And the RISC architecture, that is restricted instruction set computer architecture feature, that has features such as fixed size instruction that will be executed definitely or compulsorily in one instruction cycle having a duration of 1 T state. Most of the instructions, this is why most of the instructions in AVR are taking a time of 1 T state duration for their execution. അങ്ങനെ അല്ലാത്ത ഇൻസ്ട്രക്ഷൻസ് വളരെ ചുരുക്കമേ ഉള്ളൂ. LDI 2 byte ഇൻസ്ട്രക്ഷൻസും 4 byte ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഒറ്റ മെഷീൻ സൈക്കിളിൽ തന്നെ, ഒറ്റ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ തന്നെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവാറുണ്ട്. കോൾ റിട്ടേൺ പോലെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചിലപ്പം 4 മെഷീൻ സൈക്കിൾ 4 T സ്റ്റേറ്റ് എടുക്കേണ്ടി വരാറുണ്ട്. മിക്കവാറും ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഒരു T സ്റ്റേറ്റിൽ തന്നെ തീരുന്നതാണ്. അപ്പോൾ ഈ 2 ആർക്കിടെക്ചറാണ് ഒന്ന് ഈ ടൈം ഡിലേനെ കാര്യമായി ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആസ് പെർ ദ സിലബസ് വി വിൽ ഹാവ് ടു ഡിസ്കസ് ഹാർവാർഡ് ആർക്കിടെക്ചർ, ദാറ്റ് ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ്ഡ്, ബട്ട് ഇറ്റ് വിൽ ബി far better to make a comparison of Harvard architecture with the RISC architecture. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കുകയും ചെയ്തേക്കാം. ഈ റിസ്ക് ആർക്കിടെക്ചറിന് 6-7 ഫീച്ചേഴ്സ് ഉണ്ട്. 6-7 ഫീച്ചേഴ്സിലെ പലതും നമ്മുടെ ഈ സിലബസിന്റെ ഡിമാൻഡ് അനുസരിച്ച് അങ്ങ് പറയേണ്ട കാര്യം ഇല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. എനിവേ യു സബ്മിറ്റ് ദിസ് ആസ് ആൻ അസൈൻമെന്റ്. Compare the Harvard architecture and RISC architecture of AVR microcontrollers. That can be taken as a question. I will share a link for submitting this assignment in our LMS. Now, another important feature that has a control over the time delay subroutines being written for AVR is an important factor related to the execution of instructions referred to as instruction pipelining, that involve the overlapping of fetch and execution of instruction. ഇത് AVRന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. AVRന്റെ മാത്രമല്ല, അതിനുശേഷം ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് പോകുന്ന പ്രോഗ്രാമുകളിലും കമ്പ്യൂട്ടറുകളിലൊക്കെ ഈ പൈപ്പ് ലൈനിങ് എന്നുള്ള ഫീച്ചർ വരികയും ചെയ്തു. വി വിൽ സീ ദിസ് പൈപ്പ് ലൈനിങ് ഫീച്ചർ ഇൻ ഡീറ്റെയിൽ. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് സാധാരണഗതിയിൽ ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, അത് ഡീകോഡ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് ഒന്ന് കൂട്ടും. സ്വാഭാവികമായിട്ടും അടുത്ത മെമ്മറി ലൊക്കേഷൻ അത് പോയിന്റ് ചെയ്യും. അവിടെയുള്ള ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഈ രീതിയിലാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സാധ്യമാകുന്നത്, പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനും സാധ്യമാകുന്നത്.
we will see this in the next video.